കാതിലായി അമർത്തി ചുംബിച്ചു പറഞ്ഞുകൊണ്ട് അവൻ മുഖമുയർത്തിയതും നിറഞ്ഞൊഴുകുന്ന മിഴികളുമായി അവൾ അവനെ നോക്കി. പതിയെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്കിട്ട് വരിഞ്ഞു മുറുക്കി പൊതിഞ്ഞു പിടിച്ചവൻ. ഒരു പാവയെ പോലെ നിന്ന് കൊടുത്തതേയുള്ളൂ ഗൗരി. ഇനിയും എതിർത്താൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഭയം. ശക്തിയുടെ പുറകിലായ വീടിന്റെ താഴേക്ക് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഗൗരി. ആ വീട്ടിലുള്ളത് ആരൊക്കെയാണെന്നോ അവരൊക്കെ എങ്ങനെയാണെന്നൊന്നും അവൾക്ക് അറിയില്ല. ഈ ഭ്രാന്ത് തന്നെ പിടിച്ചുകൊണ്ട് വന്നൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കൂ? ഇയാളെപ്പോലെ തന്നെ ആവും എല്ലാവരും. ഉള്ളിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ പാഞ്ഞു പോയത് കൊണ്ട് തന്നെ താഴെ എത്തിയതൊന്നും ഗൗരി അറിഞ്ഞില്ല. അടുത്തു നിൽക്കുന്നവൻ പിടിച്ചു വലിച്ച് അവന്റെ കൈക്കുള്ളിൽ ഒതുക്കിയ നിമിഷമാണ് അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിയത്. ഇത് ഗൗരി, ഇവൾ എന്റെയാ. തീർത്തും ഗൗരവത്തോടെ പറയുന്നവനെ കണ്ണുമിഴിച്ച് നോക്കിപ്പോയി ഗൗരി. ഇയാളെ എന്താ ഈശ്വരി ഇങ്ങനെ? മനസ്സിലായ ആദ്യം ഉയർന്ന ചോദ്യം അതാണ്. ഗൗരി ആദ്യമായി കാണുവാണ് ഇതുപോലെ ഒരാൾ. ആരെയും ഒന്നിനെയും ഭയക്കാതെ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നവനെ. അടുത്ത നിമിഷം എന്തോർത്ത പോലെ മുന്നിലേക്ക് നോക്കിയവൾ. തങ്ങളെ നോക്കി കണ്ണുമിഴിച്ച് തന്റെ അതേ അവസ്ഥയിൽ നിൽക്കുന്ന 3 പേരെ കാണെ അവരെ നോക്കി ചിരിക്കണോ കരയണോ എന്നറിയാത്ത പോലെ നിന്നവൾ. മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ കാണെ ശരിക്കും അത്ഭുതത്തോടെ നിൽപ്പായിരുന്നു അച്ഛനും മുത്തശ്ശനും മഹി. ശക്തി പിടിച്ചു പിടിയാൽ അവളെ കൊണ്ടുവന്നതിന്റെ റീസൺ ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി. മൂവരുടെയും മുഖമൊന്ന് വിടർന്നുപോയി. തങ്ങളെ ദയനീയമായി നോക്കുന്നവർക്കായി സ്നേഹവും വാത്സല്യവും നിറച്ചൊരു പുഞ്ചിരി സമ്മാനിക്കാൻ അവർക്ക് ഇനിയും ആലോചിക്കേണ്ടി വന്നില്ല. അവരുടെയൊക്കെ പുഞ്ചിരി കണ്ടതും ഗൗരിയൊന്ന് ചിരിച്ചു. അവളെ തന്നെ നോക്കുന്നവരുടെ കണ്ണുകൾ തെല്ലൊന്ന് വിടർന്നുപോയി. അവളുടെ കവിളിലായി കാണുന്ന കുഞ്ഞു ഗർഭത്തിൽ മാത്രമായിരുന്നു ആ നിമിഷം ശക്തിയുടെ നോട്ടം മുഴുവനും. ശക്തി ആദ്യമായിട്ടാണ് അങ്ങനെയൊന്നും അവളിൽ കാണുന്നത്. എങ്ങനെ കാണാനാണ്? കണ്ടിട്ട് മണിക്കൂറുകളായെങ്കിൽപ്പോലും ആ നിമിഷങ്ങളിലൊക്കെയും അവളൊന്നും ചിരിച്ചിട്ട് പോലുമില്ല. കരഞ്ഞും ഭയന്നും തന്നെ ആയിരുന്നല്ലോ. ശക്തിയുടെ ആ നോട്ടം അത്ര പന്തിയില്ലെന്ന് മനസ്സിലായ നിമിഷം തന്നെ മഹിയൊന്ന് മരുടനക്കി. ഞങ്ങളെ കൊച്ചിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. താനുണ്ടാക്കി ചുമച്ചിട്ട് പോലും അവളിൽ നിന്ന് ഓട്ടം മാറ്റാതെ നിൽക്കുന്നവനോടായി ഇത്തിരി ശബ്ദത്തിൽ തന്നെ മഹി പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവൻ ആ കൊച്ചിന് വല്ലതും ചെയ്യുന്ന മഹിക്ക് ഉറപ്പാണ്. ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കൊണ്ടൊരു അവസ്ഥയാണ് ഇപ്പോൾ അവന്. മഹിക്ക് ചിരി വന്നു. പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാതെ പ്രണയം പറഞ്ഞ് പുറകെ നടക്കുന്നതിനല്ല ഒറ്റ നോട്ടം കൊണ്ട് വിറപ്പിച്ചിരുന്ന ശക്തിദേവ് തന്നെയാണോ ഒരു പെണ്ണിനെ ഇങ്ങനെ നോക്കിക്കൊള്ളുന്നു? അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. മഹാലക്ഷ്മി പോലൊരു പെൺകുട്ടി നോക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഒരു നിമിഷം കൊണ്ട് അത്രയുമൊക്കെ ചിന്തിച്ചു പോയിരുന്നു മഹി. ഗൗരി, ഇതെൻ്റെ അച്ഛൻ, ഇത് മുത്തശ്ശൻ, പിന്നെ ഇവൻ മഹാദേവൻ. മഹി എൻ്റെ ബ്രദറാ. 4 വാക്കിൽ 3 പേരെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ശക്തി. ഗൗരി അപ്പോഴും കൗതുകത്തോടെ 3 ആളെയും മാറി മാറി നോക്കി.